ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ലിയ ആൻഡ് യു ആർ വാച്ചിങ് ത്രബിറ്റ്. സോ ഇന്നത്തെ വീഡിയോ ഈദ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഈദ് മുബാറക്. സോ ഞാനിപ്പോൾ രാവിലെ ഒരു 6 മണിക്കാണ് എണീച്ചിട്ടുള്ളത്. ഇനിയിപ്പോഴൊക്കെയാണ് കുളിക്കുക, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അതിന് മുമ്പ് വേണം നമുക്ക് കോഫി കുടിക്കാം. ഇന്ന് മാത്രമേ ഞാൻ അതൊക്കെ കുടിച്ച് എനിക്ക് കുളിക്കാൻ പോകണം. സോ നമുക്ക് കുളിക്കാൻ പോകാം. ഇപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഡ്രസ്സ് അത് കാണിച്ചു തരാം. ഇതെന്നെ മേലാഞ്ചാണ്. ഇത് ഞാൻ ഇട്ടതാണ്, ഇതും ഞാൻ ഇട്ടതാണ്. പിന്നെ ഇത് ഇവിടെ അടുത്തുള്ള വീട്ടിൽ ഒരു താത്തട്ടാണെന്നാണ് തിരുമ്മട്ടെന്നതാണ്. സോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. കുറേ നേരമില്ല പറഞ്ഞ്. ബ്ലാക്ക് ബാഗും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഷർട്ടൊക്കെ പോലെ വരുന്നൊരു ഇതാണ്. ഇത് ഇങ്ങനെ നമുക്കിടാം. ഇത് ഇങ്ങനെ കുടുക്കിട്ട് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കുപ്പായം പോലെ. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കുടുക്ക് വരുന്നത് ഫസ്റ്റ് കുടുക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ കാണുള്ളൂ. ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ഇങ്ങനെ കൈ ഇങ്ങനെ വരുന്നു. ഇവിടെ ഇങ്ങനെ ഡിസൈന്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ബോസൊക്കെ പോലത്തെ ഒരു ഡിസൈന്. ഇവിടെ ഒരു പ്യുവർ വൈറ്റാണ്. അങ്ങനെ പ്യുവർ വൈറ്റാണ്. എന്താ പറയുക, ഓഫ് വൈറ്റോ അങ്ങനെ ഒന്നുമല്ല, അത് മങ്ങിയതൊന്നുമില്ല, കറക്റ്റ് വൈറ്റ് തന്നെയാണിത്. സോ ഇതാണ് എൻ്റെ കുപ്പായം. ആൻഡ് അതിൻ്റെ ഉള്ളിലോട്ടൊരു ഇന്നറുണ്ട്. കാരണം അത് പ്യുവർ ആയതുകൊണ്ട് പെട്ടെന്ന് നിഴലടിക്കുന്നു. അപ്പം അതിനോടൊരു വൈറ്റ് ഇന്നറ്. പിന്നെ ഇതാണ് എൻ്റെ ഷോള്. മറ്റേ ഇത് ഗ്ലേസിങ് ഒക്കെ ടച്ച് വരുന്നൊരു ഷോളാണ്. കാണാൻ വേണ്ടോ, ഇട്ടാൽ മനസ്സിലാവും. ഗ്ലേസിങ് ടച്ച് വരുന്ന ഒരു ഷോളാണിത്. സോ ഇതൊരു ഓഫ് വൈറ്റ് കളറിലാണ്. പിന്നെ ഇത് എൻ്റെ പാൻറ്റ് ബ്ലാക്ക് ബാഗിയാണ്. ഇതാണ് എൻ്റെ പാൻറ്റ്. സോ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഇടുന്നത്. അപ്പം നമുക്ക് നേരെ കുളിച്ചിട്ട് വരാം കേട്ടോ. എൻ്റെ ഔട്ട്ഫിറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, കണ്ടോ. സോ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഫാൻസി കുറച്ച് ഇടാണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഇടാം. ആണ് എൻ്റെ ഒരു ഫാൻസീൻ്റെ ഒരു പെട്ടി എന്ന് പറയുന്നത്. ഇതിലാണ് എല്ലാ ഫാൻസിയുള്ളത്. ഇത് ഹെയറിൽ വെക്കുന്നതാണ്. ഇത് ഭയങ്കര ഈസ്തറ്റിക് ആയിട്ടുള്ളൊരു ക്ലിപ്പാണ്. ഒരു ബോൻ്റെക്ക് ഒരു രീതിയിൽ ട്യൂലിപ്പും ബോയും കൂടി ഉള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു കമ്മലാണ്. നമുക്ക് ഫസ്റ്റ് കമ്മലിടാം. ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ കമ്മലും മാലയും ഒക്കെ വാങ്ങലുണ്ട്. ചിലർ വാങ്ങലുണ്ടാക്കില്ല, അവരുണ്ടെന്നൊക്കെ പറഞ്ഞു. സോ നമുക്ക് ഫസ്റ്റ് തന്നെ കമ്മലിടാം. ആദ്യം ഈ കമ്മൽ ഊരട്ടെ, എന്നിട്ട് ആ കമ്മലിൻ്റെ കാര്യം നോക്കും. സോ ഞാൻ ഇതുവരെ ഇട്ടിയ കമ്മലാണ് ഇത്. അതിനൊക്കെ അവിടെ വെച്ചിട്ട് രണ്ടാമത്തിടാം. പിന്നെ ഞാനൊരു മാല വാങ്ങിയിട്ടുണ്ട്. ഞാൻ മാലയും ഇടണം. ലാസ്റ്റാണ് മുടി കെട്ടുന്നത്, ഞാൻ പറഞ്ഞല്ലോ. ഈ മുടി ഉണങ്ങാനിട്ടാണ് ഇട്ടുകൊണ്ട് കുഴിച്ചിട്ടുള്ളല്ലോ. പിന്നെ ഞാൻ എൻ്റെ കമ്മലിടട്ടെ. എനിക്ക് എൻ്റെ കമ്മലും ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. ഞാൻ എൻ്റെ കമ്മൽ ഇതിനും ബ്രാക്കറ്റിലാണ്. അപ്പോൾ ഇതൊരു റിംഗ് ടൈപ്പിലാണ് വരുന്നത്. സോ നമുക്ക് ഇട്ട് നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒക്കെ കമ്മലുകൾ ട്രൈ ചെയ്യുന്നത്. ഞാൻ കമ്മലുകൾ കുറേ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്മൽ. ആൻഡ് ഇവിടെ ഒരു ഡ്യൂപ്ലേസ് അഗൻസ്റ്റ് ഇടുന്നുണ്ട്. കാണാൻ വേണ്ടി അറിയില്ല. അത് ഞാൻ ഇങ്ങനെ പിടിപ്പിച്ചിങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അത് ശരിക്കും തോന്നുന്നില്ല. 40 രൂപയ്ക്കാണ് അതിന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് വാങ്ങി തന്നതാണത്. സോ ഇനി നമുക്ക് അടുത്ത ഇടാം. മറ്റേത് രണ്ട് കാതിലുണ്ടായിരുന്നത് സെക്കൻഡ് സ്റ്റെപ്പ്, പക്ഷേ ഒന്ന് കാണാതായി. അതുകൊണ്ടാണ് പിടിപ്പിച്ച് വെച്ചുകൊണ്ട് പെട്ടെന്ന് പോരും. സോ സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതാ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു മോതിരാണ്. ഞാൻ ആ മോതിരാണ് കൈമേലിടുന്നത്. ഈ മോതിരം ഒരു അടിപൊളിയാണ്.
നെക്സ്റ്റ് നമുക്ക് മാലയുടെ പൂമ്പാറ്റയാണ്, അതും വൈറ്റ് കളറിലാണ്. ഇനി ഇപ്രാവശ്യം ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ്. കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരു പിങ്ക് തീമായിരുന്നു. അടുത്ത പ്രാവശ്യം എന്തായിരിക്കും അറിയില്ല. അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അടുത്ത പെരുന്നാൾ, അപ്പം ഈ വലിയ പെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ, ആ പെരുന്നാളിന് എനിക്കൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കളറിന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒക്കെ ഒരു കളറിലാണ്. സോ എന്നാലും നമുക്ക് ഫസ്റ്റ് ഈ മാല ഇടാം. ഈ മാലിൻ്റെ ഡിസൈൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നോ ഇല്ല തോന്നുന്നു, ഞാൻ ഒന്നും കൂടി കാണിച്ചു. അപ്പം ഇതാണ് നമ്മുടെ മാല വരുന്നത്. ഞാൻ വൈറ്റ് തീം പറഞ്ഞില്ലേ, അതിലാണ് ഈ ഒരു മാല വരുന്നത് ഉണ്ടോ. സോ നമുക്കിനി ഇത് ഇടണം. ഈ മാല ഇടണം, നല്ല കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ മാല ഇട്ടു. ഇനി അത് ഈ കോളറിൻ്റെ ഉള്ളിലേക്കാക്കി എടുക്കണം. കുഴപ്പമില്ല തോന്നുന്നു, ഞാനൊക്കെ കണ്ടോ. പിന്നെ വേറെ ഏതൊക്കെ മാലിട്ടിട്ടുണ്ട്. ഇത് പാദസരമാണ്. ഈ ഒരു ഡിസൈനുള്ള പാദസരമാണ് ഇന്നിടുന്നത്. പുതിയതൊക്കെ വാങ്ങിയത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു വെള്ളം ഉണ്ടാക്കണം പോയി കണ്ട്. സോ നമുക്ക് അതിൻ്റെ പണി നോക്കാം. കസ്കസ് ഉണ്ട്, നമുക്ക് പിസ്തൻ്റെ വെള്ളം ഉണ്ടാക്കണം. സോ കസ്കസ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് വെള്ളം എടുക്കാം. വെള്ളത്തിന് എത്തിയിട്ടുണ്ട്. നമുക്കിത് ഇട്ടെടുക്കാം. ചിയ സീഡ് അല്ലെങ്കിൽ കസ്കസ്. മേക്കപ്പിന് വേണ്ടിക്ക് നോക്കാം. ഈ ഫൗണ്ടേഷൻ ഇതാണ്, അത് എടുത്ത് തേക്കാം. നോക്കട്ടെ, ഇത് ഇന്ന് നോക്കട്ടെ, കുറച്ചും കൂടി. ഓക്കെ, ഇത് തേക്കട്ടെ. രാവിലെ തന്നെ മാറ്റി എടുക്കുന്നുണ്ട്, എന്തിനാണെന്ന് എനിക്കാൻ അറിയത്തില്ല. ടൈം 7:45 അപ്പോൾ ഞാൻ തുടങ്ങി മാറ്റി എടുക്കാൻ. ഇപ്പം എന്തിനാണെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല. പെട്ടെന്ന് മാറ്റി അടിഞ്ഞാൽ പെട്ടെന്ന് പണിയൊക്കെ തീരും. ഞാൻ എല്ലായിടത്തും സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് എല്ലായിടത്തും എത്തട്ടെ. സെറ്റാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഈ വെളിച്ചമുണ്ട് പിന്നെ ഇങ്ങനെ കാണിച്ചുതരാം. സോ നെക്സ്റ്റ് നമുക്ക് ഒരു ലിപ് ബാം ഇടാം. ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടാം. കുറച്ചിട്ടാൽ മതി ലിപ് ബാം. ലിപ് ബാം ഒരു സേഫ്റ്റിക്ക് മാത്രമാണ്. ഇത് എൻ്റെ ചുണ്ട് പൊട്ടണോണ്ടാണ് ഞാൻ ഈ ലിപ് ബാം ഇടുന്നത്. ആൻഡ് എൻ്റെ ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട്, ഇതാണ് ഞാൻ ഇടുന്നത്. ബട്ട് ഇതിപ്പോൾ ഇടണോ വേണ്ടേ എന്നുള്ള എൻ്റെ ഒരു കൺഫ്യൂഷനാണ്. ഇടാം, ഇത് കുറച്ചിടണുള്ളൂ. ഇതൊക്കെയല്ലേ, നമുക്ക് കുറച്ചിട്ടാൽ മതി. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് തോന്നൂല അത്ര, കാരണം കുറച്ചിട്ടുള്ളൂ. പിന്നെ ഈ ലിപ് ബാം ഇട്ടുകൊണ്ടെല്ലാം ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇതിൽ കണ്ട പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇത് എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, മനസ്സിലായില്ല ഞാൻ പറഞ്ഞല്ലോ. ഇനി കണ്ണിൻ്റെ അടിയിൽ എഴുതണം. ഇവിടെ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഒരു ഇതന്നെ എൻ്റെ അടുത്ത് ഇതാ ഈ ഒരു സാധനം ഡാസിലറിൻ്റെ ഒരു
ഇവിടെ എത്തുന്നതാണ്. പക്ഷേ നമുക്ക് ഇവിടെ ജസ്റ്റ് ആക്കിയിട്ട് കൈയിട്ട് സ്ക്രബ് ചെയ്താൽ അവിടെയാവും. സോ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ കണ്ണ് മൊത്തം റെഡിയാക്കിയിട്ട് വരാം. ഈ വീഡിയോ എടുക്കാൻ മറന്നു. സോ ഇനി ഞാൻ ചോറിനാൻ പോവാണ്. ഞങ്ങൾ കുറച്ച് വീട്ടിലൊക്കെ പോയി വരികയാണ്. അപ്പം ഇനി നമുക്ക് ചോറിനാൻ പോവാം. സോ നമുക്ക് ചോറിനിട്ട് കാണാം. ഞാൻ ചോറിനൊന്ന് കാണിക്കാൻ ചാൻസ് കുറവേക്കാലും. അപ്പം ശരി, പോയി. ചോറ് മന്തിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കോഫി പുഡിങ്ങും ഉണ്ടായിരുന്നു, കേക്കൊക്കെ പോലെ ഉള്ളത്. ഫുള്ളാക്കിയില്ല. ഇപ്പോൾ കുറച്ച് നേരത്തിന് എൻ്റെ ഉമ്മയുടെ ഉള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തിന് വീഡിയോ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പകുതി അറ്റും മുറ്റും മാത്രമേ ഈ വീഡിയോയിലുള്ളൂ. സോ ഇനി ആ വരലൊക്കെ കഴിഞ്ഞിട്ടേക്കാരും വീഡിയോയുടെ ബാക്കിയുണ്ടാവും. എന്തായാലും രാത്രിക്ക് സെറ്റാക്കണം എന്നാണ് എൻ്റെ ഒരു ആലോചന. സോ രാത്രി വരെ ഈ വീഡിയോ ഉണ്ടാവും. പിടിച്ച് നിൽക്കാൻ നോക്കട്ടെ. സോ എന്തായാലും ഇപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഇപ്പം എൻ്റെ ഇല്ല. ഇനി കുറച്ച് നേരത്തിന് എങ്ങോട്ട് വെച്ചാൽ എൻ്റെ ഉമ്മമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് ശരിയാകുമ്പോൾ പോകാം. ഇപ്പോൾ പറഞ്ഞൊന്നും അത് മനസ്സിലായില്ലല്ലോ. എൻ്റെ ഉമ്മമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്, കൊണ്ടോട്ടി ചുങ്കത്ത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇതൊക്കെ. പിന്നെ ഇത് അവിടെ നിന്ന് എടുത്തതാണ്. ഇത് അവിടെ നല്ലൊരു വഴിക്കാട്ടോ. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വരുമ്പോൾ സൺസെറ്റ് ആക്കിയതാണ്. എൻ്റെ കസിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം തിരിച്ച് ബാക്ക് ടു ഹോമാണ്. ഇനി പെട്ടെന്നൊരു കുളികാസമാണ്. അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകാം. ഹലോ ഹലോ പറ. ഹായ് പറഞ്ഞ. ബായ് അല്ല, ഹായ് ആണ്. ഹായ് 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 മൈ കസിൻ. സോ ഞാനിപ്പോൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ പടക്കം പിടിക്കാൻ പോവാണ്. ഇവിടെ പടക്കമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെരുപ്പ് മാറ്റുകയാണ്. ഹീല് ലെതർ ഉള്ളിലാക്കിയിട്ട് മാറ്റിയിടാം. എല്ലാവരും ഉണ്ട്. ലൈക്കിൽ കാണുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. ഇവർ രണ്ടാളും വരുന്നുണ്ടോ അറിയില്ല. എന്തായാലും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത് റാനിയമ്മക്ക് ആൻഡ് ഇത് ഇനാരാമശു ആൻഡ് അത് നൂറ ഫഹ്മി ആൻഡ് ഞാൻ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ചോറ് തന്നെ കാണിക്കട്ടെ. എനിക്ക് മടിയാണ് അതൊക്കെ കാണിക്കാൻ. അപ്പം എന്തായാലും ഞാൻ അങ്ങോട്ട് പോണ വിശേഷങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഇങ്ങനത്തെ കുറച്ചും ഇത് ചക്രമാണ്. ഇതും പിന്നെ ഇനി കുറച്ച് പൂത്തിരിയും മേശപ്പൂവും ഉണ്ട്. അതൊക്കെ ചെറിയൊരു പിക്ക് ഇപ്പോഴെടുക്കും. ഞങ്ങൾ ഒരു ചെറിയൊരു പിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി തീർന്നു പോയി. അതുകൊണ്ട് ഇനി വാങ്ങാൻ പോയിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യാൻ പോകുന്നു? അപ്പം ഇനി പടക്കം വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കാണാം. ഹലോ പറ. അങ്ങോട്ട് പോയി. ഓരോന്ന് ഒന്നൊന്ന്. ഇത് കുറച്ച് വലിയതാണ് കേട്ടോ. സ്കൈ ഷർട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓ ഇതെന്താ വേറൊരു രീതി. അങ്ങനെ തന്നെ അല്ലേ. നമുക്ക് ഇതൊന്ന് നോക്കണം. ഇത് കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് നേരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഇതിൽ എല്ലാ സാധനങ്ങളും ഓരോന്നായിക്കാരും ചിലതൊന്നും ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ പ്രതികരിക്കരുത് അങ്ങനെയല്ല പറഞ്ഞത്. വിഷമിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം ശരി, മറ്റേ സ്കൈ ഷോട്ട് അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഒട്ടിക്കിയത് ഇങ്ങനെ വെച്ച വലിയൊരു വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്. സ്കൈ ഷോട്ട് ഇതാ ഇവിടെ വന്നിട്ടുണ്ട് പൊട്ടി. അടിപൊളിയായിരുന്നു. ഇരുട്ടാണ് ഇപ്പോൾ ഉള്ളത് മൊത്തം. ആ ഓരോരുത്തരുത് നിക്ക്. ഇത്
എന്താ ആ മാറിക്കോ മാറിക്കോ. ഇത് കുറേ നേരം ഉണ്ട് കേട്ടോ. ഇത് സെറ്റാണ്. ഓ അടുത്തത് ഓ അത് കുറേ നേരം ഉണ്ട്. ഇത് അടിപൊളി. ആയനെ ഇത് പകുതിയായിട്ട് മുക്കാലായിട്ടുള്ളൂ. കമ്പി എല്ലാരും അവിടെ കൊണ്ടുപോയിടുക. ഇത് കുറേ നേരം ഉണ്ട്. ഇത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇത് വാങ്ങിയാൽ ഇത് അടിപൊളിയാണ്. പകുതി വെച്ച് കെട്ട്. ഇത് പകുതി വെച്ച് കെട്ട്. ഇത് പകുതി വെച്ച് കെട്ട്. ഷോർട്ടാണ് ഗൈസ്. നമുക്ക് നോക്കാം. ബാ 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 നമുക്ക് അവിടുത്തെ പോയിക്കാം. ദൂരൊക്കെ കേട്ടോ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. കത്തില്ല. റാജിയുടെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കണ്ട. ശരി, ബൈ.